ഈ സിനിമ തുടങ്ങുന്നത് ഡോക്ടറായിട്ടുള്ള സൂസനിൽ നിന്നാണ്. അവളാണെങ്കിൽ ഒരു രോഗിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവൾ ആ രോഗിയുടെ റിപ്പോർട്ട് നോക്കുമ്പോഴത്തേക്കിനും ആ രോഗിക്കാണെങ്കിൽ കൺട്രോൾ ഇല്ലാതെ ആദ്യം കരഞ്ഞ ശേഷം പിന്നീട് പുള്ളിയുടെ സ്മെല്ല് ചെയ്യാനുള്ള കഴിവെല്ലാം പോയെന്നാണ് കണ്ടെത്തുന്നത്. പുള്ളിക്ക് ഇപ്പോഴാണ് ഒന്നും സ്മെല്ല് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം 150 കേസ് ഇതുപോലെ വന്നതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ ഷെഫായിട്ടുള്ള മൈക്കിളിനെയാണ്. അവനാണെങ്കിൽ ഒരു തിരക്കുള്ള റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മൈക്കിൾ സ്പെഷ്യലായിട്ട് ഫിഷ് കൊണ്ടുള്ള ഡിഷിലായിരുന്നു കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കോവർക്കറായിട്ടുള്ള ജെയിംസ് ആയിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ഹെൽപ്പറും. അതുപോലെ തന്നെ ഇവർ തമ്മിൽ നല്ലൊരു കമ്പനിയായിരുന്നു. പിന്നീട് സൂസനിലേക്ക് വരുമ്പം ആ രോഗിക്ക് എന്ത് പറ്റിയെന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടത് ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കിനും താഴെ ഹോട്ടലിൽ നിന്ന് മൈക്കിളാണെങ്കിൽ ലാമ്പ് ചോദിച്ചിട്ട് അവൾ അത് എറിഞ്ഞു കൊടുക്കും. അതായത് ഇവളുടെ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവൻ്റെ റെസ്റ്റോറൻറ്റ് തൊട്ട് മണ്ടലായിരുന്നായിരുന്നു കാണിച്ചത്. പിറ്റേന്ന് അവളാണെങ്കിൽ അവളുടെ റിസർച്ചിനെ പറ്റി ഇങ്ങനെ ബാക്കി ഡോക്ടർമാരോട് പറയും. അവൾ പറയും അവൾ എത്ര നോക്കിയിട്ട് വൈറസിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഇത് വൈറസാണെന്ന് ഉറപ്പിക്കാനും പറ്റത്തില്ലെന്ന്. പക്ഷേ ആളുകളുടെ ഇടയിലേക്ക് ഇത് വേഗം സ്പ്രെഡ് ആകുന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇതിൻ്റെ കോസ് കണ്ടുപിടിക്കണമെന്ന്. എന്നാൽ ഇപ്പോൾ ഉദ്ദേശിച്ചതിലൊക്കെ സ്പീഡിൽ തന്നെ സിറ്റിയിലൊക്കെ ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ആളുകൾക്കാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സങ്കടകരമായിട്ടുള്ള ഓർമ്മകളെല്ലാം വീണ്ടും വരാൻ തുടങ്ങും. അവരാണെങ്കിൽ കുറ്റബോധം സങ്കടം കാരണം ഒരുപാട് നേരം കരഞ്ഞ ശേഷമാണെങ്കിൽ അവർക്ക് സ്മെല്ല് ചെയ്യാനുള്ള കഴിവങ്ങ് നഷ്ടപ്പെടും. ഇതായിരുന്നു ആ അസുഖത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നതിന്. ആദ്യം കുറേ നേരം കരയും, പിന്നീട് സ്മെല്ല് ചെയ്യാനുള്ള ആ സെൻസ് അങ്ങ് നഷ്ടപ്പെടും. അങ്ങനെ ആ അസുഖത്തിനാണെങ്കിൽ ഗവൺമെൻറ് SOS എന്ന് പേര് വെക്കും. പതിയെ പതിയെ ഏകദേശം 50% മുകളിൽ ആളുകളിലേക്ക് ഇത് സ്പ്രെഡ് ആവും. സൂസൻ ആണെങ്കിൽ ഇപ്പോഴും അസുഖത്തെപ്പറ്റിയും അതിൻ്റെ കാരണത്തെപ്പറ്റിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവൺമെൻറ് ആണെങ്കിൽ സിറ്റി ഫുള്ള് പതിയെ എമർജൻസി പ്രഖ്യാപിക്കും. ആളുകളെല്ലാം മാസ്ക് വെച്ച് മാത്രം പുറത്തിറങ്ങാൻ വേണ്ടി തുടങ്ങും. മൈക്കിൾ അന്നത്തെ പോലെ പതിയെ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയുള്ള അവസ്ഥ മുഴുവൻ മാറിപ്പോയായിരുന്നു. കിച്ചണിലാണെങ്കിൽ ആളുകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു, കാരണം ഒറ്റ കസ്റ്റമർ ഇല്ലായിരുന്നു. അങ്ങനെ പതിയെ സ്റ്റാഫുകളെല്ലാം തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങും. മൈക്കിൾ മാത്രം അവിടെ സിഗരറ്റും വലിച്ചു നിൽക്കും. അപ്പോഴാണ് അങ്ങോട്ട് സൂസൻ വരുന്നത്. അവനാണെങ്കിൽ അവളെയാണെങ്കിൽ അവൻ്റെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ക്ഷണിക്കും. അവൾ അവിടെ ചെന്ന് ആ ഫുഡ് കഴിച്ച ശേഷം അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പെട്ടെന്നാണ് അവൾക്ക് അവളുടെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവൾക്കും ആ രോഗം പിടിപെട്ടായിരുന്നു. ഉടനെ തന്നെ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ അവളെയും കൂട്ടി അവളുടെ റൂമിലേക്ക് പോകും. പിന്നീട് അവരാണെങ്കിൽ അവിടെ ഒരുമിച്ച് കിടന്നുറങ്ങും. രാത്രി അവനും പതിയെ ഓർമ്മകൾ വന്ന് കരയാൻ തുടങ്ങും. കാരണം അവനും ഇവളുടെ കൂടെ കിടന്ന അസുഖം പടർന്നായിരുന്നു. പിന്നീട് രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും അവരവരുടെ വർക്കിലേക്ക് അങ്ങ് പോകും. മൈക്കിളെ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോഴത്തേക്കിനും അവിടെയാണെങ്കിൽ എല്ലാവരും മീറ്റിംഗ് കൂടിയിരിക്കുമായിരുന്നു. കാരണം ഈ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓണറാണെങ്കിൽ ഒരു ഐഡിയ പറയും. ഉടനെ തന്നെ ഫുഡിലാണെങ്കിൽ സ്പൈസസ് ഫ്ലേവർ കൂട്ടിയിടാൻ വേണ്ടി. അങ്ങനെ എക്സ്ട്രാ ഫ്ലേവർ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും സ്മെല്ലില്ലെങ്കിലും ആളുകൾക്ക് ഈ സ്പൈസസിൻ്റെ ഫ്ലേവർ കൊണ്ട് കഴിച്ചോളൂ എന്ന്. ഈ ഐഡിയ ആണെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. അങ്ങനെ ഓണർ പറഞ്ഞ പോലെ തന്നെ മൈക്കിളും ബാക്കി എല്ലാവരും കൂടി ഫുഡിലാണെങ്കിൽ മാക്സിമം ഫ്ലേവർ ആഡ് ചെയ്ത് പുതിയ പുതിയ ഡിഷസ് ഉണ്ടാക്കും. പിന്നീട് ജോലി ഓഫുള്ള സമയത്താണെങ്കിൽ അവൻ സൂസനെ കാണാൻ വേണ്ടി പോകും. അവിടെ ചെന്നിട്ട് അവളെയാണെങ്കിൽ നടക്കാൻ വേണ്ടി അവൻ ക്ഷണിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നടന്ന് ആസ്വദിച്ച് സന്തോഷിച്ചൊക്കെ ശേഷം അവളാണെങ്കിൽ അവനോട് കുറേ നേരം തനിയെ ഇരിക്കണമെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് തന്നെ പോകും. ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് സൂസൻ്റെ കൂടെയുള്ള ഒരു കൊളീഗ് ആണെങ്കിൽ നെർവസ് ആയിട്ട് വയലൻ്റായി ഓടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ പേടിച്ച് കാരണമുണ്ടായിരുന്നു. എല്ലാവരും ഓടി വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നത് വരെ അവനാണെങ്കിൽ ഇങ്ങനെ വയലൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ സൂസൻ പാർക്കിങ്ങിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനുമാണ് പെട്ടെന്ന് ഇവളാണെങ്കിൽ ഒറ്റയ്ക്ക് മരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നെർവസ് ആകുന്നത്. ഇതേ കാര്യം തന്നെ മൈക്കിളിന് സംഭവിക്കും. അവനും കരഞ്ഞുകൊണ്ട് നിലത്ത് വീണ് നിലവിളിച്ചുകൊണ്ടിരിക്കും. മൈക്കിളിൻ്റെ തൊട്ട് പുറകെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ജെയിംസിനും ഇതേ കാര്യം തന്നെ സംഭവിക്കും. അവനും നിലവിളിച്ച് കാറിക്കൊണ്ടേയിരിക്കും. അടുത്ത ലക്ഷണമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തീരാത്ത പോലത്തെ വിശപ്പ് വരുന്നതായിരുന്നു. സൂസനാണെങ്കിൽ അവിടെയുള്ള പൂക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. മൈക്കിളാണെങ്കിൽ സോസ് എടുത്ത് വായിലേക്ക് വയ്ക്കും. ആളുകളൊക്കെ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് പെരുമാറാൻ തുടങ്ങും. കുറേ പേര് കൈ കിട്ടുന്നതൊക്കെ എന്തൊക്കെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടൊക്കെ തന്നെ ഇരിക്കും. ഇങ്ങനെ കുറേ നേരം ലോകലക്ഷണങ്ങളൊക്കെ പോയ ശേഷം പതിയെ എല്ലാവർക്കും പെട്ടെന്ന് ബോധം വരും. അങ്ങനെ അസുഖത്തിൻ്റെ രണ്ടാമത്തെ ഔട്ട് ബ്രേക്കിന് തുടക്കമായിരുന്നു സൂസന് പിടികിട്ടും. ഇതെല്ലാം കഴിഞ്ഞ് മൈക്കിൾ വീട് ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ സൂസൻ ഇരിക്കുന്നത് കാണാം. അവളാണെങ്കിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പതിയെ അവരുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് വരും. പിറ്റേന്ന് മൈക്കിൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും അടച്ചിട്ടേക്കുന്നത് കാണും. കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും ഓണർ പറയും ആളുകൾക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സെൻസും പോയി തുടങ്ങിയെന്ന്. പക്ഷേ മൈക്കിൾ പറയും എന്തൊക്കെയാണെങ്കിലും ആളുകൾ ഇവിടെ തന്നെ വീണ്ടും കഴിക്കാനൊക്കെ തന്നെ വരും, കാരണം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. അങ്ങനെ അവൻ പറഞ്ഞ പോലെ തന്നെ ദിവസങ്ങളൊക്കെ കുറേ പോയി കഴിയുമ്പോഴത്തേക്കിനും ആളുകളുടെ ലൈഫ് വീണ്ടും നോർമലായി തുടങ്ങും. എല്ലാവരും കഴിക്കാൻ വരാനൊക്കെ തുടങ്ങും. അപ്പോൾ അത് ഈ ടേസ്റ്റ് എന്ന് പറയുന്ന സെൻസ് എല്ലാവർക്കും ഒരു മെമ്മറി മാത്രമായിട്ട് മാറും. പക്ഷേ ആളുകളാണെങ്കിൽ അതൊന്നും മൈൻഡാക്കാതെ ആഘോഷം തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നോർമലായിട്ട് പോകുമ്പോഴാണ് അസുഖത്തിൻ്റെ ഒരു തേർഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന് വാണിംഗ് വരുന്നത്. അതാണെങ്കിൽ തായിലുള്ളൊരു സയൻറ്റിസ്റ്റാണ് അവരോട് പറയുന്നത് അവിടെയെല്ലാം തുടങ്ങിയെന്ന്. കാരണം അടുത്ത ഔട്ട് ബ്രേക്കിൻ്റെ ലക്ഷണമായിട്ട് പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം വളരെ ദേഹ്യം വന്നിട്ട് വയലൻ്റായിട്ട് സാധനങ്ങളൊക്കെ തല്ലിപ്പൊടിക്കുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെ പതിയെ പതിയെ ആളുകളുടെ കേൾവി പോയി തുടങ്ങുമെന്ന്. സൂസനൊക്കെ ഇത് ഗവൺമെൻറ് വാൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഔട്ട് ബ്രേക്ക് ആണെങ്കിൽ ആരംഭിച്ച് തുടങ്ങിയായിരുന്നു.
സിറ്റിയിലാണെങ്കിലും ആളുകൾ ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ട് വയലൻസ് കാണിക്കാൻ വേണ്ടി തുടങ്ങും. പതിയെ പതിയെ ലോകത്തിൻ്റെ സമാധാനമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. എല്ലായിടത്തും വെടിവെപ്പും ആക്രമണവും അടിപിടിയൊക്കെ തുടങ്ങും. ഇതുവരെ ഈ രോഗലക്ഷണമൊന്നും വരാത്ത ആളുകളാണെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കും. ഉടനെ തന്നെ രോഗലക്ഷണം വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉള്ള നിമിഷങ്ങൾ നല്ലപോലെ സന്തോഷിക്കാൻ വേണ്ടി അവരെല്ലാം തീരുമാനിക്കും. അങ്ങനെ മൈക്കിളും സൂസനുമാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വെക്കും, അവരുടെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ. പിന്നീട് മൈക്കിൾ പിറ്റേന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടെ പോലീസ് വന്ന് എല്ലാം അടപ്പിക്കും. എന്നിട്ട് ഓണറോട് പറയാൻ റെസ്റ്റോറൻറ്റ് തുടർന്ന് പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ല, പകരം വേണമെങ്കിൽ ക്വാറന്റൈനിലിരിക്കുന്ന ആളുകൾ ഫുഡ് എത്തിച്ച് പൈസ ഉണ്ടാക്കിക്കോളാൻ. അങ്ങനെ മൈക്കിളാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് സൂസനോട് ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. സൂസനെയാണെങ്കിൽ അവൻ കുറേ നേരം അവൾ വെറും വേശ്യയാന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച ശേഷം അവിടെയുള്ള സാധനങ്ങളെല്ലാം തല്ലിപ്പൊടിച്ച് വയലൻസ് കാണിക്കാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്ന സൂസനാണെങ്കിൽ പേടിച്ച് വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കുറേ നേരം ആ വീട്ടിലെ സാധനങ്ങളെല്ലാം തട്ടിൽ പൊട്ടിച്ച ശേഷം മൈക്കിളിന് പതിയെ പതിയെ അവൻ്റെ കേൾവി നഷ്ടപ്പെടും. അങ്ങനെ അവൻ മുഴുവനായിട്ടൊരു കേൾവിയില്ലാത്ത ആളായിട്ട് മാറും. ഇതെല്ലാം കഴിഞ്ഞ് പതിയെ നോർമലായ മൈക്കിളാണെങ്കിൽ സൂസനെ വിളിച്ച് കഴിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാപ്പ് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ പറയും അന്നേരം പറഞ്ഞ തെറികളെല്ലാം അവനല്ല പറഞ്ഞത്, അവനെക്കൊണ്ട് അസുഖം പറയിപ്പിച്ചതാണെന്ന്. ഇതേ സമയത്ത് സൂസൻ അവിടെയാണെങ്കിൽ സാധനങ്ങളൊക്കെ പതിയെ പൊട്ടിക്കാൻ തുടങ്ങിയായിരുന്നു. കാരണം അവൾക്കും ആ തേർഡ് ഔട്ട്ബ്രേക്ക് വന്നു തുടങ്ങിയായിരുന്നു. മൈക്കിളാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് സൂസനും മനസ്സിലാവും അവളുടെ കേൾവി പോയി തുടങ്ങിയെന്ന്. അങ്ങനെ പതിയെ ദിവസങ്ങൾ കഴിയുന്തോറും സിറ്റി ആണെങ്കിൽ സൈലൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ലാതെയായി മാറും. പതിയെ ആളുകൾ നോർമൽ ലൈഫിലേക്ക് വരാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. മൈക്കിളാണെങ്കിൽ പതിയെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലും. റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പതിയെ ഓപ്പൺ ചെയ്ത് അവർ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നോക്കി പ്രവർത്തിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ ആളുകൾക്ക് കേൾവി പറ്റാത്തതുകൊണ്ട് എല്ലായിടത്തും കോഡ് ലാംഗ്വേജിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ തുടങ്ങി, മറ്റുള്ളവരോട് എങ്ങനെയാണ് മിങ്കിൾ ചെയ്യേണ്ടതെന്നൊക്കെ. സൂസൻ ആണെങ്കിൽ പതിയെ തിരിച്ചു വരെ ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് മൈക്കിളിൻ്റെ കൂടെ അന്ന് എടുത്ത ഫോട്ടോസ് കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ അതെടുത്ത് ദൂരേക്ക് എറിയും. പതിയെ അവളാണെങ്കിൽ മൈക്കിളിനെ മറക്കാൻ തുടങ്ങും. ആ സിറ്റിയിലുള്ള എല്ലാവർക്കും ഇതൊക്കെ തന്നെ ബാധിക്കും. എല്ലാവരെയും മറന്നുകൊണ്ടിരിക്കും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോകും, വർഷങ്ങൾ കഴിഞ്ഞു പോകും. ആളുകളുടെ ലൈഫിന് ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരിക്കൽ ലോകത്തിൽ എല്ലാവർക്കും സന്തോഷം ആഹ്ലാദം ഉണ്ടാകുന്നത്. ആളുകളാണെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ പോലും സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പതിയെ പതിയെ എല്ലാവർക്കും അവരുടെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി തുടങ്ങും. അങ്ങനെ സൂസനും മൈക്കിളിനും അവരുടെ തമ്മിലുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സൂസൻ ഉടനെ തന്നെ മൈക്കിളിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോകും. അവനെ അവിടെ കാണാതെ അവളാണെങ്കിൽ വെപ്രാളപ്പെട്ട് അവൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങും. ഇതേ സമയം മൈക്കിളാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറ്റും. അവിടെ വെച്ചാണ് മൈക്കിൾ നോക്കുമ്പോൾ സൂസൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആരും എടുത്ത് പോകാൻ നോക്കുന്നത് കാണുന്നത്. അവൻ അവിടെ കിടന്ന് അവളെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവളുടെ കേൾവി നഷ്ടപ്പെട്ടതുകൊണ്ട് ഇവൻ വിളിക്കുന്നൊന്നും അവൾ കേൾക്കുന്നില്ലായിരുന്നു. അങ്ങനെ സൂസൻ പതിയെ കാറും എടുത്തുകൊണ്ട് പോകും. മൈക്കിൾ അവളെ കാണാൻ വേണ്ടി ഓടി താഴേക്ക് വരുമ്പോഴത്തേക്കിനും സൂസൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈക്കിൾ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് കാറ് ഓടിച്ച് സൂസൻ വരുന്നത്. അവളാണെങ്കിൽ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിക്കുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.